നമസ്കാരം, ഞാൻ സുനിൽ മഠത്തിൽ. ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള തുടർ പരമ്പരയിലെ അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് നിങ്ങളോട് ഒപ്പമായിരിക്കുവാൻ ദൈവം അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലേ? ഒന്നും വേണ്ട, നമ്മളിപ്പോൾ ഈ ഒരു ചിന്തയായിട്ടിരിക്കുന്നു. നമ്മൾ ഇതിനു മുമ്പ് പല എപ്പിസോഡുകൾ ചെയ്തു. പ്രിയമുള്ളവരെ, ഒരുപാട് ആളുകൾ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് അവർക്കത് അനുഗ്രഹമായിരുന്നു എന്ന്. അവരുടെ പല ബോധ്യങ്ങൾ അവർക്ക് നൽകി അവർക്ക് ലഭിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അവരുടെ പ്രാർത്ഥനകൾ ദൈവം കേട്ടു എന്ന് പറഞ്ഞു. പ്രാർത്ഥനാ വിഷയങ്ങൾ അടിയനോടും പലരും ഷെയർ ചെയ്തു. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് പേർ വിളിച്ച് പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ ഒരുപാട് സമയം നമ്മളത് കേട്ടിരിക്കാറുണ്ട്. അവരുടെ സങ്കടങ്ങൾക്കിടയിലും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ കാണുവാൻ അവരെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അവർക്കൊരു സന്തോഷമായി മാറിയിട്ടുണ്ട്. അതിനൊക്കെ ദൈവം അടിയെ ഉപയോഗിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. ഓക്കെ, അത് മാത്രമല്ല, അത് എൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹമായി മാറുന്നു എന്ന് ഓർക്കുമ്പോൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, അല്ലേ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം എൻ്റെ മേലിൽ കൃപ ചൊരിയുന്നു എന്നുള്ളത് വലിയ സത്യമാണ്. ഓക്കെ, നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുന്നവരാകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ചിന്ത ദൈവനാമമഹത്വത്തിനോട് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ അതിവശ നാമം മാത്രം മഹത്വമെടുക്കട്ടെ. നമുക്ക് ഇന്നൊരു വചനം, അല്ല, എന്നെ കുറേ ദിവസങ്ങളായിട്ട് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നൊരു വചനമാണത്. ആ വചനം നമുക്കൊന്ന് വായിക്കാം. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു: യഹോവയെ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. യഹോവയെ ഞാൻ മാറാത്തവനായതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. ആ ഒരു വചനത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ വലിയ അർത്ഥങ്ങളാണ് കേട്ടോ അതിനകത്ത് കാണാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലായ്മ എന്ന് പറയുന്നത് ഒരു വലിയൊരു വിഷയമാണത്. അത് നിങ്ങളത് ചിന്തിച്ച് നോക്കിയോ? ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടൊരു പുസ്തകമാണ് ബൈബിള്, അല്ലേ? ആ ബൈബിൾ ഇന്നും ഒരുപാട് പേര് പ്രസംഗിക്കുന്നു. അന്നത്തെ കഥകൾ, അന്നത്തെ നടപ്പുകൾ, അന്നത്തെ ചരിത്രങ്ങൾ, അന്നത്തെ വചന വ്യാഖ്യാനങ്ങൾ, അല്ലേ? 2000 വർഷങ്ങൾക്ക് മുമ്പ് അത് അന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് എഴുതിയതാ, അല്ലേ? അന്നത്തെ ആ ഒരു നാട്ടിലെ നടപ്പുണ്ട്, കാര്യങ്ങളുണ്ട്, അല്ലേ? ഇന്നത്തെ നാട്ടു നടപ്പും അന്നത്തെ നാട്ടു നടപ്പും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ലേ? അന്നത്തെ സാഹചര്യം ഇന്നത്തെ സാഹചര്യം തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ലേ? ഉണ്ട്, അല്ലേ? പക്ഷെ ഒരു കാര്യം, അന്നുണ്ടായിരുന്ന കാര്യങ്ങളൊന്നും ഇല്ല. അതെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമായി, അല്ലേ? ചരിത്രം എടുത്തു നോക്കിയ ചരിത്രങ്ങളെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമായി. മനുഷ്യൻ മാറ്റങ്ങൾക്ക് വിധേയമായി. മനുഷ്യൻ്റെ രീതികൾ മാറ്റങ്ങൾക്ക് വിധേയമായി. ശാസ്ത്രം മാറി, അല്ലേ? എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരുന്നു. ഒരു രാജാവ് തൻ്റെ മന്ത്രിയോട് പറഞ്ഞു, എനിക്ക് സന്തോഷം വരുമ്പോൾ വായിക്കുമ്പോൾ സങ്കടം വരാനും സങ്കടം വരുമ്പോൾ വായിക്കുമ്പോൾ സന്തോഷം വരാനുമുള്ളൊരു വാക്യം എൻ്റെ മോതിരത്തിൽ എഴുതി തരണം എന്ന് പറഞ്ഞു. മന്ത്രി ഒരു വാക്യം എഴുതി രാജാവിൻ്റെ മോതിരത്തിൽ എഴുതി കൊടുത്തു. അത് ഇതായിരുന്നു: ഈ കാലവും കടന്നു പോകും. അതായത് ഓരോ ദിവസവും കടന്നു പോകും. സങ്കടം വരുമ്പോൾ രാജാവ് മോതിരം കാണുമ്പോൾ ഈ കാലവും കടന്നു പോകും, സങ്കടം കടന്നു പോകും. സന്തോഷം വരുമ്പോൾ രാജാവിൻ്റെ കയ്യിൽ കിടക്കുന്ന മോതിരല്ലേ, തീർച്ചയായിട്ടും കാഴ്ചയിൽ വരും. ഈ സന്തോഷവും വരുമ്പോൾ കാണുന്ന കാഴ്ച, ഈ സന്തോഷവും കടന്നു പോകും, അല്ലേ? കാലം മൊത്തം മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ 2000 വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൽ അവതരിപ്പിച്ച നമ്മുടെ കർത്താവായ യഹോവ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ മാറ്റങ്ങളില്ല. അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇന്നും പ്രസക്തമാണ്.
അന്ന് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഇന്നും നടപ്പിൽ വരുന്ന കാര്യങ്ങളാണ്, അല്ലേ? ഏതെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റം നമുക്ക് പറയാൻ കഴിയില്ല. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ മൊബൈൽ ഫോണ് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കട്ടപ്പെട്ടിയായിരുന്നു. അന്ന് ബ്ലൂടൂത്ത് ഒക്കെ ഉള്ള ഫോണെന്ന് പറഞ്ഞാൽ വലിയ ഒരു സംഭവം തന്നെയായിരുന്നു. അന്നൊരു മൊബൈൽ ഫോൺ കൈ പിടിച്ചു നടക്കുക എന്ന് പറഞ്ഞാൽ അവൻ ആരായിരുന്നു ഗെറ്റപ്പ്, അല്ലേ? പക്ഷെ ഇന്ന് ഒരു രക്ഷയില്ല. ഇന്ന് എത്ര നല്ല ഫോൺ കൈ പിടിച്ചുകൊണ്ട് വന്നാലും കാരണം ആർക്കൊരു വിലയില്ല. കാരണം ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറി. നമുക്കറിയാം, ലോകത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ വാഹനങ്ങൾ, ഇന്നിറങ്ങിയ വാഹനമല്ല നാളെ ഉള്ളത്. ഇന്ന് വാഹനത്തിലുള്ള സൗകര്യങ്ങളല്ല നാളത്തെ വാഹനത്തിലുള്ളത്. എല്ലാം മാറി, അല്ലേ? മനുഷ്യനോ? മനുഷ്യൻ്റെ നിലപാട് സെക്കൻഡ് വെച്ച് മാറിക്കൊണ്ടിരിക്കുക. ഇന്ന് പറയുന്ന വാക്ക് നാളെ ഇല്ല. ഇന്ന് കാണുന്ന മനുഷ്യൻ നാളെ ഇല്ല. ഇന്ന് കാണുന്ന മനുഷ്യൻ്റെ നിലപാടല്ല നാളെ ഉള്ളത്, അല്ലേ? മൊത്തം മാറിക്കൊണ്ടിരിക്കുക. ഇതൊരു സത്യം, അല്ലേ? രാജാവിൻ്റെ മോതിരത്തിൽ എഴുതിയാൽ ഈ കാലവും കടന്നു പോകും. പക്ഷേ കടന്നു പോകാത്ത, മാറ്റമില്ലാത്ത ഒരു ദൈവമുണ്ട്. അതാണ് നമ്മുടെ സ്വർഗീയ പിതാവ് യഹോവ. അത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ നോക്കിയാൽ മാറ്റങ്ങൾ ഇല്ല, അല്ലേ? ഇനി നമുക്കൊരു ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. യഹോവയെ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. ആ ഒരു വാക്യം നമ്മൾ ചിന്തിക്കണം. യഹോവയ്ക്ക് മാറ്റമില്ല എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ മാറ്റമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത്. യാക്കോബിൻ്റെ മക്കളെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് എന്നാണ് വചനം പറയുന്നത്. ചിന്തിക്കണം. അതൊരു വലിയ വിഷയമാണത്, അല്ലേ? മലാക്കിയുടെ പുസ്തകം അത് എഴുതുന്ന കാലഘട്ടത്തിൽ ശരിക്കും ഇസ്രായേൽ ജനതയുടെ കാര്യം വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അവർ വല്ലാത്തൊരു പാപാവസ്ഥയിലേക്ക് വീണുപോയ ഒരു സമയമായിരുന്നു. അന്ന് പ്രവാചകന്മാർ ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ, ചിന്തിക്കുമ്പോൾ ഈ ഇസ്രായേൽ ജനത ചോദിച്ചു, ദൈവമേ നീ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചായിട്ട് പറയുന്നുണ്ട്. മലാക്കിയുടെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്കറിയാം, അല്ലേ? അവിടെ പറയുന്നത്, അപ്പം പിന്നെ യഹോവ പറയാണ്, മലാക്കിയുടെ പുസ്തകം 1:2 വാക്കിൽ പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ എന്നാൽ നിങ്ങൾ ഏതിനാൽ സ്നേഹിക്കുന്നു? നിങ്ങളെ ഞാൻ, അതായത് യഹോവ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ ചോദിക്കുന്നു, അല്ലേ? തുടർന്ന് 1-ാം അധ്യായത്തിൽ 6-7 വാക്യങ്ങൾ തുടർന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലേ? അവിടെ പറയുന്നുണ്ട്, മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഞാൻ അപ്പനാണെങ്കിൽ നിങ്ങൾ എനിക്ക് ബഹുമാനം തരുന്നുണ്ടോ? അവിടെ ചോദിക്കുന്നുണ്ട്. യഹോവ ജനങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ അപ്പനാണെങ്കിൽ നിങ്ങൾ എനിക്ക് ആ ബഹുമാനം തരുന്നുണ്ടോ? തുടർന്ന് പുരോഹിതന്മാരോടൊക്കെ പറയാണ്, പുരോഹിതന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നില്ലേ? എൻ്റെ ബലിപീഠത്തിന് നിങ്ങൾ മലിനഭോജനം അർപ്പിക്കുന്നില്ലേ? നിങ്ങൾ എനിക്ക് കണ്ണു പൊട്ടിയതിനെയും കാലൊടിഞ്ഞതിനെയും മുടന്തനെയും കൊള്ളരുതാത്തതിനെയും ഒക്കെ പിന്നെ എന്താ പറയുക, യാഗം അർപ്പിക്കുന്നില്ലേ? യഹോവയുടെ മേശ നിന്ദ്യമെന്ന് നിങ്ങൾ പറയുന്നില്ലേ? ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നിങ്ങൾ വായിച്ചു നോക്കണം, അല്ലേ? കണ്ണുപൊട്ടിയതിനെയും മുടന്തും ദീനവുമായുള്ളതിനെയൊക്കെ യാഗം അർപ്പിക്കുന്നു. തുടർന്ന് യഹോവയുടെ നാമം ദുഷിക്കുന്ന പലതും നിങ്ങൾ ചെയ്തതായിട്ട് യഹോവ തന്നെ അവിടെ പറയുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ 17 പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെ യഹോവയെ ദുഷിപ്പിക്കുന്നു എന്ന് നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ ദുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. അവർ ചോദിക്കാൻ, ഞങ്ങൾ ഏതിനാലാണ് നിന്റെ നാമത്തെ ദുഷിപ്പിക്കുന്നത്, അല്ലേ? അപ്പോൾ യഹോവ തന്നെ തുറന്നു പറയാണ്, യഹോവയ്ക്ക് നിന്ദ്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ദോഷം ചെയ്യുന്ന ആളുകൾ, അതായത് നമുക്കറിയാം ഈ മനസ്സിലുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ അതിപ്പം കുറച്ച് സാമ്പത്തികമായിട്ട് പല രീതിയിൽ തെറ്റായ വഴികളിലൂടെ കൂടെ പോയി ഉണ്ടായി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ സ്വാഭാവികമായിട്ട് നമുക്ക് സമൂഹത്തിൽ അങ്ങനെയുള്ള ആളുകളാണല്ലോ ഇപ്പം മുമ്പിൽ നിൽക്കുന്നത്, അല്ലേ? അന്നത്തെ കാലത്തും അത് തന്നെയാണ്, ഇന്നത്തെ കാലത്തും അത് തന്നെയാണ്. അങ്ങനെയുള്ളവർ യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു എന്നാണ് പറയുന്നത്. അവന് യഹോവ പ്രസാദിക്കുന്നു എന്ന് പറയുന്നു. സമൂഹത്തോട് പറയാണ്,
ദേ ആ പണക്കാരൻ, അവനിൽ യഹോവ പ്രസാദിക്കുന്നു. കാരണം അവന് സാമ്പത്തികമായിട്ടുണ്ട് അല്ലേ? അങ്ങനെയുള്ളവനിൽ അവൻ പ്രസാദിക്കുന്നു. അല്ലെങ്കിൽ ന്യായം വിധിക്കുന്ന ദൈവം എവിടെ? ആണില്ലെങ്കിൽ അവന് ന്യായവിധി ഉണ്ടാണ്ടേ. കാരണം അവനുള്ള കൊള്ളരുതാഴിക മുഴുവൻ ചെയ്തു, അവൻ ഒരുപാട് സമ്പത്തുണ്ടാക്കി, സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം നേടി, എന്നിട്ട് അവന് ശിക്ഷകൾ ലഭിക്കുന്നില്ല എങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെയെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറയുന്നതിനാൽ തന്നെ നിങ്ങൾ എൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നത് പുരോഹിതന്മാരോട് പറയാണ്. തുടർന്ന് ഈ പുസ്തകം വായിച്ചാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഒരുപാട് ദൈവത്തിൻ്റെ വഴി വിട്ടുമാറി നടക്കുന്ന ആളുകളെക്കുറിച്ച്, അല്ലെങ്കിൽ ഉദ്ദേശത്തിന് വിട്ടുമാറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. യൗവനത്തിലെ ഭാര്യയുടെ വിശ്വസ്തത കാണിക്കാത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്, കള്ളസാക്ഷ്യം പറയുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, ക്ഷുദ്രം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, വ്യഭിചാരികളെ കുറിച്ച് പറയുന്നുണ്ട്, കൂലിയുടെ കാര്യത്തിൽ തൊഴിലാളികളെ പറ്റിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, വിധവയെയും അനാഥരെയും പീഡിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, പരദേശിയുടെ ന്യായം മറിച്ചു കളയുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒപ്പം തന്നെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനെ കുറിച്ച് മോശം പറയുന്നുണ്ട്. അതായത് യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം, ഞങ്ങൾ അവൻ്റെ കാര്യം നോക്കുന്നതിലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പെടുത്ത് നടക്കുന്നതിൽ എന്ത് പ്രയോജനമുള്ളൂ എന്ന് പറയുന്നുണ്ട്. കാരണം പിന്നെ അതിൻ്റെ വിഷയത്തിൽ അവർ പറയുകയാണ്, അഹങ്കാരികൾ, ദുഷ്പ്രവർത്തിക്കാർ, ദൈവത്തെ പരീക്ഷിക്കുന്നവർ തുടങ്ങിയവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു. അപ്പോൾ അവരോട് ദൈവം പ്രസാദിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് കർത്താവ് ചോദിക്കുക, നിങ്ങൾ ഈ പ്രവർത്തികളെല്ലാം ചെയ്തു, എല്ലാ ദുഷ്പ്രവർത്തികളും ചെയ്തു, എൻ്റെ നാമം ദൂഷിച്ചു, എൻ്റെ ബലിപീഠം നിങ്ങൾ മലിനമാക്കി, എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് മുടിഞ്ഞു പോകാതിരിക്കുന്നു? പ്രിയമുള്ളവരെ, അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. യഹോവ പറയാണ്, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നതിൻ്റെ കാരണം യഹോവയായി ഞാൻ മാറാത്തവൻ. പ്രിയമുള്ളവരെ, ഇത്രത്തോളം തെറ്റുകളെല്ലാം ചെയ്തിട്ടും ഇവർ മുടിഞ്ഞു പോയിട്ടില്ല എങ്കിൽ കർത്താവ് പറയാ, ഞാൻ മാറാത്തവനായതുകൊണ്ടാണ് നിങ്ങൾ മുടിഞ്ഞു പോകാത്തത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞല്ല മലാക്കിയുടെ കാലത്താണല്ലോ അല്ലേ? ഇത് നമ്മുടെ പുതിയ നിയമവിശ്വാസികളിലേക്ക് എത്തുമ്പോൾ പുതിയ നിയമത്തിൽ ഇതൊന്നും ബാധകമല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മലാക്കിയുടെ കാലത്ത് പറഞ്ഞ പാപാവസ്ഥകൾ ഏത് പാപാവസ്ഥകളിലാണ് നമുക്കുള്ളത്? അന്നത്തെ പാപാവസ്ഥ ഏതാണ് ഇന്നും ഇല്ലാത്തത്? ഇന്നും നമ്മൾ പറയുന്നില്ലേ, നമ്മുടെ പ്രദേശത്തുള്ള അല്ലെങ്കിൽ തെറ്റായ വഴികൾക്ക് പോയി അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ഒരുപാട് ഉന്നത സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നേടിയിട്ടുള്ള ആൾക്കാർ അങ്ങനെ വിരാജിക്കുമ്പോൾ നമ്മൾ പറയാറില്ല, അവനോട് ദൈവം പ്രസാദിക്കുന്നുണ്ട് അല്ലേ? വ്യഭിചാരാസക്തി ഇന്നില്ലേ? ഇന്ന് കുറെ കൂടി അത് ജനകീയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ തലമുറ എനിക്ക് വിവാഹം വേണ്ട എന്ന് പറയുന്ന ഒരു പുതിയ തലമുറയുടെ രൂപം കൊണ്ടിരിക്കുകയാണ്. അവരുടെ ശാരീരികമായ ആവശ്യങ്ങൾക്ക് വ്യഭിചാര വഴികളിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അതിനും അവർക്ക് ന്യായമുണ്ട്. തെറ്റല്ലേ? ചെയ്യുന്നില്ലേ? കളവ് പറയുന്നില്ലേ? അപ്പോൾ ആ മലാക്കിയുടെ പുസ്തകത്തിൽ പറഞ്ഞ പാവങ്ങളെല്ലാം ഇന്നും നമ്മൾ ചെയ്യുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, കർത്താവ് ഇന്നും നമ്മളോട് പറയുകയാണ്, നിങ്ങൾ മുടിഞ്ഞു പോകാത്തത് ഞാൻ മാറാത്തത് കൊണ്ടാണ്. കർത്താവായി ഞാൻ മാറാത്തത് കൊണ്ടാണ് ഇതെന്ന് കർത്താവ് നമ്മളോട് ഇന്നും പറയുകയാണ്. പ്രിയമുള്ളവരെ, യഹോവയായ ദൈവം മാറാത്തവൻ. അതിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കണം. മാറ്റമില്ലായ്മ, ഇമ്മ്യൂട്ടബിലിറ്റി ഓഫ് ഗോഡ് ബൈബിൾ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ കാഴ്ചപ്പാടിൻ്റെ ഈ ചില ആശയങ്ങൾ നമുക്ക് പങ്കുവെക്കാം. കർത്താവിൻ്റെ മാറ്റമില്ലായ്മയ്ക്ക് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ച് നോക്കാം. മാറ്റമില്ലായ്മ എന്ന് പറയുന്നത് സ്വഭാവ സ്ഥിരത. ഒന്ന് സ്വഭാവ സ്ഥിരത. ദൈവത്തിൻ്റെ സ്നേഹം, കാരുണ്യം, നീതി, പരിശുദ്ധി എന്നിവ ഏത് കാലത്തും ഒരുപോലെ തന്നെ ആയിരിക്കുമെന്നാണ് വചനം പറയുന്നത്. സത്യമല്ലേ പ്രിയമുള്ളവരെ?
ദൈവത്തിൻ്റെ സ്വഭാവം അന്നും ഇന്നും മാറ്റമുണ്ടോ? നമുക്ക് മാറ്റമുണ്ട് എന്ന് വല്ലതും പറയാനുണ്ടോ? ഒന്നുമില്ല. വളച്ചൊടിക്കുന്നവരുണ്ടാകാം. ദൈവവചനങ്ങൾ വളച്ചൊടിച്ച് ദൈവവചനങ്ങളെ മറ്റു രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ ധാരാളമായിട്ടുണ്ട്. അവർക്ക് പലതും പറയാനുണ്ടാകാം. പക്ഷേ വചനമനുസരിച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും. ദൈവത്തിൻ്റെ കാരുണ്യത്തിന്, സ്നേഹത്തിന്, സ്ഥിരതയ്ക്ക്, പരിശുദ്ധിക്ക് ഒന്നും ഇന്നുവരെ മാറ്റം വന്നിട്ടില്ല. രണ്ടൊരു അഭയകേന്ദ്രം. മാറ്റമില്ലാത്ത ദൈവം മനുഷ്യർക്ക് എപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്ന ഉറപ്പുള്ളൊരു പാറയാണ്, അല്ലേ? വചനം അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു ഉറപ്പുള്ള പാറ, ഞങ്ങൾക്ക് ആശ്രയിക്കാൻ നമുക്ക് ഉറപ്പുള്ളൊരു പാറയാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ പരിപൂർണത. ദൈവം പൂർണ്ണനായതുകൊണ്ടാണ് അവിടുത്തെ ചിന്തകളിലോ ഉദ്ദേശങ്ങളിലോ മാറ്റത്തിൻ്റെ ആവശ്യം വരാത്തത്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം പൂർണ്ണനാണ്. അന്നും പൂർണ്ണനാണ്, ഇന്നും പൂർണ്ണനാണ്, അല്ലേ? അന്ന് തൊട്ട് ഈ ലോകാവസാനം വരെ കർത്താവിന് പൂർണ്ണനാണ്, മാറ്റങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇനി മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ മാറ്റമില്ലാത്തൊരു ദൈവത്തെ കാണുന്നു, അല്ലേ? യാക്കോബിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 17 ഇങ്ങനെ പറയുന്നുണ്ട്, ഏറ്റവും നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിവേഗത്താലുള്ള ആച്ഛാദനമോ ഇല്ല. അപ്പോൾ മനസ്സിലാക്കണം, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വചനമാട്ടോ. നമ്മൾ വെയിലത്ത് നടക്കുമ്പോൾ നമ്മുടെ നിഴൽ നമ്മൾ തിരിയുന്ന ഗതിക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, അല്ലേ? അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അല്ലേ? അപ്പോൾ സൂര്യൻ്റെ വെളിച്ചം അടിക്കുന്ന ആംഗിളിനനുസരിച്ചിട്ട് നമ്മുടെ നിഴലൊക്കെ മാറിക്കൊണ്ടിരിക്കും, അല്ലേ? എന്നാലോ സൂര്യൻ്റെ വെളിച്ചത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? അതുപോലെ തന്നെയാണ് പ്രകാശത്തിൻ്റെ ഉറവിടമായ ദൈവത്തിനും ഒരു മാറ്റവുമില്ല എന്ന് വചനം പറയുന്നത്. എബ്രായരുടെ ലേഖനത്തിൽ 13:8 ഇങ്ങനെ പറയുന്നുണ്ട്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മാറ്റമില്ല ദൈവത്തെ തന്നെയാണ്. അന്നും ഇന്നും അനന്യം തന്നെയാണ്. അന്ന് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ ദൈവത്തിന് ഇന്നും കുഷ്ഠരോഗിയെ സൗഖ്യമാക്കാൻ സാധിക്കും. അന്ന് കൊടുങ്കാറ്റിനെ സൗഖ്യമാക്കിയ ദൈവത്തിന് ഇന്നും കൊടുങ്കാറ്റിനെ സൗഖ്യമാക്കാൻ കഴിയും. അന്ന് ഹൃദയം നുറുങ്ങിയവർക്ക് താങ്ങായി നിന്ന കർത്താവിന് ഇന്ന് ഹൃദയം നുറുങ്ങിയവർക്ക് താങ്ങാകാൻ സാധിക്കും. അപ്പോൾ ഉൽപ്പത്തി മുതൽ ഇന്ന് വരെ നമ്മുടെ കൂടെ നിന്ന ഒരു ദൈവം അന്നും ഇന്നും മാറാത്തവൻ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പുതിയ നിയമ ചിന്തയിലേക്ക് വരുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇവിടെ കർത്താവ് പറഞ്ഞ വാചകം യാക്കോവിൻ്റെ മക്കളെ എന്നാണ് വിളിക്കുന്നത്, അല്ലേ? അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ വിളിച്ചത് നമുക്ക് ചിന്തിക്കാമോ? ഇവിടെ നോക്കുന്നത് എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ്, യാക്കോബ് ആദ്യ കാലഘട്ടങ്ങളിൽ ഒരിക്കലും ഒരു പൂർണ്ണനായൊരു മനുഷ്യനായിരുന്നില്ല, അല്ലേ? ആദ്യഘട്ടങ്ങളിൽ അവൻ അപ്പനെ വഞ്ചിച്ചു, സഹോദരനെ വഞ്ചിച്ചു, പല തെറ്റുകളും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പനെ ശരിക്കും ചതിക്കുകയാണ് ചെയ്തത്, അല്ലേ? ശരിക്കും യാക്കോബ് ചെയ്തത്, അല്ലേ? അവിടെ നിന്ന് അവൻ ഓടി, എന്നിട്ടും ദൈവം അവനെ കൈവിട്ടില്ല എന്നാണ് പറയുന്നത്, അല്ലേ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് ഇങ്ങനെ തന്നെ ചിന്തിക്കാം. ആ കാലഘട്ടങ്ങളിൽ പൂർണ്ണനല്ലാത്ത യാക്കോബിൻ്റെ ആ ഒരു ചിന്ത വെച്ചിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചത് യാക്കോബിൻ്റെ മക്കളെ എന്ന്. കാരണം അന്ന് യാക്കോബ് ചെയ്തതെല്ലാം ഇന്ന് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ യാക്കോബിനെ അനുഗ്രഹിച്ച ശേഷം വചനത്തിൽ വേറെ പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് പറയാം, സങ്കീർത്തനം 22:23 പറയുന്നുണ്ട്, യാക്കോബിൻ്റെ സന്തതികളെ അവനെ മഹത്വപ്പെടുത്തുവിൻ. അത് അനുഗ്രഹിക്കപ്പെട്ട യാക്കോബിൻ്റെ സന്തതികളെയാണ്. സങ്കീർത്തനം 24:6 പറയുന്നത് യാക്കോബിൻ്റെ ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറ. യേശാവിൻ്റെ 43:8 പറയുന്നത് എൻ്റെ ദാസനായ യാക്കോബ്. യേശയ 48:1 പറയുന്നു, യാക്കോബിൻ്റെ ഗൃഹമേ കേൾപ്പിൻ. ഇങ്ങനെ കുറേയേറെ നല്ല അർത്ഥത്തിൽ യാക്കോബിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം ആദ്യം തെറ്റുകളിൽ കൂടെ പോയ യാക്കോബിനെ കർത്താവ് കൈവിട്ടില്ല. കാരണം കൊടുത്ത വാഗ്ദാനം, ഇസഹാക്കിനോട് കൊടുത്ത വാഗ്ദാനം, അബ്രഹാമിനോട് കൊടുത്ത വാഗ്ദാനം കർത്താവ് അവിടെ നിവർത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണിക്കേണ്ടത്, അല്ലേ? നമുക്ക് അങ്ങനെ തന്നെ കരുതേണ്ടത്. അപ്പോൾ ഞാൻ പറയാം,
ഇങ്ങനെ ആദ്യം അവിശ്വസ്തത കാണിച്ച യാക്കോബ് പിന്നീട് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനാകുകയും കർത്താവ് അംഗീകരിക്കുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. അപ്പോൾ ഇസ്രായേൽ ജനം ഇതേപോലെ തന്നെ പലപ്പോഴും ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പുതിയ നിയമവിശ്വാസികളായ നമ്മളോ, നമുക്ക് പറയാം, നമ്മൾ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ തന്നെ ആകാറുണ്ട് എന്നുള്ളത് സത്യമാണ് അല്ലേ. ആരാധനയിൽ നമുക്കറിയാം, ആരാധിക്കാൻ വരുമ്പോൾ അയ്യപ്പ അവൻ അപ്പാ ദൈവമേ ആബാ പിതാവേ എന്നൊക്കെ വിളിച്ച് കൈ മെയ് മറന്ന് ആരാധിക്കും അല്ലേ. എന്നാൽ ഞായറാഴ്ച ആരാധന എല്ലാം കഴിഞ്ഞ് തിങ്കളാഴ്ച സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് തൻ്റെ ആരാധിച്ച ചിന്തകളും അല്ലെങ്കിൽ അത് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം മാറ്റിവെക്കുന്നൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയും അല്ലേ. ചെറിയൊരു കഷ്ടപ്പാട് വരുന്ന സമയത്തൊക്കെ നമ്മൾ ദൈവത്തോട് പിണങ്ങാറുണ്ട് അല്ലേ. ഒരുപക്ഷെ നമ്മളെന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്നെ ശ്രമിക്കുന്ന നിങ്ങളതിനകത്ത് പെടുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്കതിനകത്തൊന്നും പറയാൻ കഴിയില്ല. ഞാൻ ചിലപ്പോഴൊക്കെ പിണങ്ങാറുണ്ട് കേട്ടോ. അതിന് മറുപടി കർത്താവിൻ്റെ കിട്ടാറുണ്ട്. അതായത് യാതൊരു സംശയം വേണ്ട. ഓക്കെ, പലപ്പോഴും നമ്മുടെ വിശ്വാസം മൊബൈൽ ഫോണിൽ സിഗ്നൽ വരുന്ന പോലെ ആകാറുണ്ട് അല്ലേ. ഇല്ല എന്നും നമുക്ക് പറയാൻ കഴിയില്ല പ്രിയമുള്ളവരെ, എനിക്ക് പറയാൻ കഴിയില്ല കേട്ടോ. കാരണം നമ്മൾ ചില സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നമുക്ക് റേഞ്ച് പോകും. അടുത്തൊരു സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നമുക്ക് നന്നായിട്ട് റേഞ്ച് കിട്ടും ഫോണിന് അല്ലേ. അത് ഫോണിൽ റേഞ്ചിൻ്റെ വിഷയങ്ങൾ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതം പലപ്പോഴും വർത്തമാന കാലഘട്ടങ്ങളിൽ ഇതുപോലെ തന്നെ ആകാറുണ്ട്. ചില ദിവസങ്ങളിൽ വലിയ ആത്മീയമായുള്ള റേഞ്ച് ആയിരിക്കും നമുക്കുണ്ടാകുന്നത്. എന്നാൽ അടുത്ത ദിവസം ഒരു ചെറിയ പ്രശ്നമോ പരീക്ഷണമോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് നമ്മുടെ ആത്മീയ സിഗ്നലൊക്കെ നഷ്ടപ്പെട്ടു പോകും അല്ലേ. നമ്മൾ വലിയ നിരാശയിലാവും അല്ലേ. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? പക്ഷേ നമ്മുടെ ആത്മീയ സിഗ്നൽ മാറുമ്പോഴും നമ്മുടെ റേഞ്ച് ഇങ്ങനെ കയറി ഇറങ്ങി മാറി മറിഞ്ഞിരിക്കുമ്പോഴും മുകളിലുള്ള ടവർ അത് മാറുന്നില്ല. അതായത് ദൈവം, മുകളിലുള്ള ടവർ എന്ന് ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടോ ചിന്തയോ മാറുന്നില്ല. നമ്മൾ മാറിയാലും അവിടുത്തെ കൃപ ഒരിക്കലും മാറുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. 2 തിമോത്തി 2:13 പറയുന്നത്, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിക്കാൻ അവന് കഴിയില്ലല്ലോ. തിമോത്തിയിൽ അത് വലിയൊരു വചനം തന്നെ കേട്ടോ. നമ്മളെത്ര അവിശ്വസ്തരായി തീർന്നാലും അവൻ അന്നും വിശ്വസ്തനാണ്, ഇന്നും വിശ്വസ്തനായി പാർക്കുന്നതെന്നാണ്. അവൻ്റെ സ്വഭാവം ത്യജിക്കാൻ അവൻ ആവുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മൾക്ക് ഈ അവിശ്വസ്തത കാണിക്കുമ്പോൾ, നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ പറ്റുമ്പോൾ ദൈവം നമ്മളെ കൈവിട്ട നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് തെറ്റുകൾ പറ്റുന്നു, നമ്മുടെ അടുത്ത് വീഴ്ചകൾ സംഭവിക്കുന്നു, അവിടെ ദൈവം നമ്മളെ കൈവിട്ട് എന്താ സംഭവിക്കുക? അട്ടിപ്പെടലും നമ്മൾ വീണ് പോകൂലേ. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ പറയാം, ഒരു അമ്മയും കുഞ്ഞും പോകുമ്പോൾ ഒരു 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 ഒറ്റയടി പാലത്തിൽ കൂടെ കടന്നു പോവുക. അടിയിൽ വലിയ അഗാധമായ ഗർത്തമാണ്, അതിനകത്തൂടെ വലിയ വെള്ളം ഇങ്ങനെ കലങ്ങി മറിഞ്ഞൊഴുകുന്നുണ്ട്. ഈ പാലത്തിൽ കൂടെയാണ് അമ്മയ്ക്കും കുഞ്ഞിനോട് കിടക്കേണ്ടത്. അപ്പോൾ അമ്മ പറഞ്ഞു, മകനെ നീ എൻ്റെ കയ്യിൽ പിടിച്ചോ കേട്ടോ. അപ്പോൾ മകൻ പറയാം, അങ്ങനെയല്ല അമ്മ എൻ്റെ കയ്യെ പിടിക്ക്, അതായിരിക്കും നല്ലത്. കാരണം ഞാൻ ചിലപ്പോൾ കാലിടറി പെട്ടെന്ന് വീണാൽ അമ്മ എൻ്റെ കൈ വിടില്ല, പക്ഷെ ഞാൻ ചിലപ്പോൾ വീഴ്ചയിൽ എൻ്റെ കൈ വിട്ടുപോകാം അല്ലേ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് അതല്ലേ. നമ്മുടെ കർത്താവ് നമ്മുടെ കരം പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ എത്ര ഇടറിയാലും അവൻ്റെ സ്വഭാവം മാറില്ല, അവൻ നമ്മളെ വിട്ടുകളയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ എത്രത്തോളം താണിരിക്കണം, നമ്മൾ എത്രത്തോളം ആ കർത്താവിനെ സ്തുതിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും കർത്താവായിട്ടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ കരം നമ്മൾ വിട്ടുപോകാറുണ്ട് പലപ്പോഴും. പക്ഷെ കർത്താവ് നമ്മുടെ കരം വിട്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഇത്രത്തോളം വീഴ്ചകൾ നമുക്ക് സംഭവിച്ചിട്ട്, ഇത്രത്തോളം ഇടർച്ചകൾ നമുക്ക് സംഭവിച്ചിട്ട് നാം മുടിഞ്ഞു പോകാത്തത് എന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ മുടിഞ്ഞു പോകാത്തത് നമ്മുടെ കർത്താവ് മാറ്റമില്ലാത്തവനായതുകൊണ്ടാണ്. ആ കർത്താവ് നമ്മളെ പിടിച്ചപിടുത്തം വിടാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ നശിച്ചു പോകാത്തത് എന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഈ ചിന്തകളോട് തന്നെ നമ്മൾ നടക്കണം. മനസ്സിലായോ? ഞാൻ യഹോവ, എനിക്ക് മാറ്റമില്ല, അതുകൊണ്ട് യാക്കോബിൻ്റെ മക്കളായ നിങ്ങൾ നശിച്ചു പോയിട്ടില്ല എന്ന് തന്നെ നമുക്ക്
മനസ്സിലാക്കാൻ കഴിയണം. കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുകയായിരുന്നു. ചിന്തിക്കുക, ഈ വചനത്തിൽ നമ്മൾ ആശ്രയം വെക്കുക. ഇതിനകത്ത് വലിയ ഒരു ആത്മീയ സത്യമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. നാം രക്ഷിക്കപ്പെടുന്നത് ഒരിക്കലും നമ്മുടെ നീതി കൊണ്ട് അല്ല എന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ചിന്തിക്കണം. നമ്മെ നിലനിർത്തുന്നത് നമ്മുടെ വിശ്വസ്തതയല്ല, മറിച്ച് നമ്മെ നിലനിർത്തുന്നത് നമ്മുടെ കർത്താവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വിശ്വസ്തതയാണ്. നമ്മെ നിലനിർത്തുന്നത് നമ്മുടെ വിശ്വസ്തതയല്ല, പകരം നമ്മെ നിലനിർത്തുന്നത് നമ്മുടെ കർത്താവിൻ്റെ, നമ്മുടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വിശ്വസ്തതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഇത്രത്തോളം വീഴ്ച ഉണ്ടായിട്ടും ഇത്രത്തോളം തെറ്റുകൾ നമുക്ക് സംഭവിച്ചിട്ടും നമ്മുടെ ദൈവം നമ്മെ കൈവിടാത്തത്. ദൈവത്തിന് മാറ്റമില്ലാത്ത ആ ഒരു സ്റ്റാൻഡ് കൊണ്ട് മാത്രമാണ് നാം നശിച്ചു പോകാത്തതെന്ന് എപ്പോഴും ചിന്തിക്കണം. എപ്പോഴും ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സ്തുതിക്കുന്നവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ശ്രമിച്ചത് ഒന്ന് മാത്രമാണ്. നമ്മുടെ നന്മ കൊണ്ടല്ല നമ്മൾ നിലനിൽക്കുന്നത്, നമ്മുടെ കർത്താവ് മാറാത്തവനായതുകൊണ്ടാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് കർത്താവ് മാറാത്തവനായതുകൊണ്ടാണ്. കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ നിന്ന് കർത്താവ് മാറാത്തവനായതുകൊണ്ടാണ് നമ്മളെപ്പോഴും ചിന്തിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ താണിരിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കുന്നൊരു ദൈവം തന്നെയാണ് നമുക്കുള്ളതെന്ന് നമുക്ക് ചിന്തിക്കാം. ഈ വചനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി പങ്കുവെക്കാൻ ശ്രമിക്കുമല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നമ്മുടെ മെച്ചം കൊണ്ടല്ല, ആ കർത്താവിൻ്റെ മാറ്റമില്ലായ്മ കൊണ്ടാണ് നമ്മൾ മുട്ടിഞ്ഞു പോകാത്തത്. ആ മാറ്റമില്ലായ്മയിൽ നമുക്ക് ആശ്രയം വെക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വം എടുക്കട്ടെ. ഇനിയും അടുത്തൊരു ചിന്തയിലേക്ക് കാണുന്നവരെ ദൈവം തൻ്റെ കരുണയിൽ കൃപയിലും നമ്മളെ നടത്തുമാറാകട്ടെ. കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ ചിന്തിച്ച ചിന്ത കർത്താവെ, അത് അടിയങ്ങളുടെ ആത്മീയ അനുഗ്രഹത്തിന് ഇടയാകുന്നതിനെ ഓർത്ത് നന്ദിയോടെ താണിരിക്കുന്നു. കർത്താവെ, സർവ്വസ്തുതികളും പ്രാർത്ഥനയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതാകിയാൽ കേൾക്കുമാറാകണം. പൊന്നു തമ്പുരാനേ, ആമേൻ, ആമേൻ, ആമേൻ.